aspirants, welcome to Salem Banking. IBPS ന്റെ റിവൈസ്ഡ് കലണ്ടർ ഔട്ട് ആയിരിക്കുകയാണ്. IBPS ന്റെ കലണ്ടർ ആദ്യത്തെ കലണ്ടർ ജനുവരിയിൽ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോയിരുന്നത് അല്ലെ. പക്ഷെ നമ്മൾ ഇടയ്ക്ക് കേൾക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ ചേഞ്ച് ഉണ്ട്, RRBയുടെ നോട്ടിഫിക്കേഷനിൽ ചേഞ്ച് ഉണ്ട്, ആദ്യം ഇനി IBPS PO ആയിരിക്കോ, ഇങ്ങനെ കുറെ അധികം കാര്യങ്ങളിൽ നമുക്കൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. നമുക്ക് ഒഫീഷ്യലി യാതൊരു അപ്ഡേറ്റും ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്നലെ വൈകിട്ട് IBPS ന്റെ കലണ്ടർ ഔട്ടായി, റിവൈസ്ഡ് കലണ്ടർ ഔട്ടായി. ഇനി നമുക്കൊരു ക്ലാരിറ്റി ആയി ഏതൊക്കെ എക്സാംസ് ആയിരിക്കും ആദ്യം, എന്തൊക്കെയാണ് നമുക്ക് നേരത്തെ കലണ്ടറിൽ നിന്ന് എന്തൊക്കെ ചേഞ്ചസ് ആണുള്ളത്, അതിനെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ പ്രിപ്പറേഷൻ കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യാം എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ആ ഒരു ബിഗ് ചേഞ്ച് എന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ കലണ്ടറിൽ IBPS ന്റെ കലണ്ടർ റിലീസ് ചെയ്തപ്പോൾ ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് RRB ആയിരുന്നു അല്ലെ. ജൂലൈ 27-ന് RRB PO സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ കലണ്ടറിൽ നിങ്ങൾക്ക് കാണാം ആദ്യം നടക്കാൻ പോകുന്നത് നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്ക്, അതായത് IBPS POയും IBPS ക്ലർക്കും ആണ്. IBPS PO നോക്കിക്കേതുണ്ട്, പ്രൊബേഷണറി ഓഫീസർ അല്ലെങ്കിൽ മാനേജ്മെന്റ് ട്രെയിനി പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത് ഓഗസ്റ്റിലാണ്. 17, 23, 24 ഈ ദിവസങ്ങളിലാണ് IBPS PO നടക്കാൻ പോകുന്നത് പ്രിലിംസ്. ഇനി മെയിൻസ് ആണെങ്കിൽ 12th ഒക്ടോബർ ആയിരിക്കും IBPS ന്റെ മെയിൻസ് നടക്കാൻ പോകുന്നത്. അപ്പൊ ഇനി ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് RRB അല്ല. RRB കുറച്ചുകൂടെ കഴിഞ്ഞേ നമുക്ക് RRBയുടെ എക്സാം ഉള്ളൂ. ആദ്യം നടക്കാനായിട്ട് പോകുന്നത് IBPS PO ആണ്. ദെൻ സ്പെഷ്യലിസ്റ്റ് ഓഫീസറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 30 ഓഗസ്റ്റിനാണ് പ്രിലിംസ്, അതേപോലെ തന്നെ 9th നവംബറിനാണ് മെയിൻസ് വരിക. ഇനി IBPS ക്ലർക്ക്, കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് IBPS ക്ലർക്ക്. IBPS ക്ലർക്കിന്റെ പ്രിലിംസ് വരുന്നത് ഒക്ടോബർ 4, 5, 11-നാണ്. അപ്പൊ ശരിക്കും പറഞ്ഞ IBPS POയുടെ പ്രിലിംസ് ഓഗസ്റ്റിലും IBPS ക്ലർക്കിന്റെ പ്രിലിംസ് ഒക്ടോബറിലുമാണ്. അപ്പൊ ഒരു മാസത്തെ ഗ്യാപ്പ് ഉണ്ട്, ശരിക്കും ഒരു മാസത്തെ ഗ്യാപ്പ് ഉണ്ട് അല്ലെ. സെപ്റ്റംബറിൽ നമുക്ക് എക്സാം ഇല്ല, ഒക്ടോബർ ഫസ്റ്റ് വീക്കിലാണ് IBPS ക്ലർക്കിന്റെ എക്സാം വരുന്നത്. IBPS ക്ലർക്കിന്റെ മെയിൻസോ ഇങ്ങോട്ടേക്ക് നോക്കിക്കേ, IBPS ക്ലർക്കിന്റെ മെയിൻസോ 29th നവംബർ. ഇപ്പൊ നവംബർ ലാസ്റ്റേ ഉള്ളൂ IBPS ക്ലർക്കിന്റെ മെയിൻസ് എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് ഏറ്റവും വലിയൊരു ചേഞ്ച്. നമ്മുടെ പ്രീവിയസ് കലണ്ടറിൽ നിന്ന് വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത് ആദ്യം IBPS POയും IBPS ക്ലർക്കും ആണ് നടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി അത് കഴിഞ്ഞ് RRB എന്നത്തേക്കാ മാറ്റിയത്? RRB ഓഫീസർ സ്കെയിൽ 1, ദാറ്റ് മീൻസ് RRB PO റീജിയണൽ റൂറൽ ബാങ്ക് POയുടെ എക്സാം നടക്കുന്നത്. പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്നത് 22 and 23 നവംബറിലാണ്. 22, 23 നവംബറിലാണ് നമ്മളുടെ പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി അതിന്റെ മെയിൻസോ 28 ഡിസംബർ. അധികം സമയമൊന്നും ഇല്ല, നോക്കിക്കേ, ഒരു മാസമേ ഉള്ളൂ കൃത്യം അല്ലെ. 22, 23 നവംബറിനാണ് നമ്മളുടെ RRB PO ഓഫീസർ സ്കെയിൽ 1, അതായത് RRB POയുടെ പ്രിലിംസ് എങ്കിൽ മെയിൻസ് 28 ഡിസംബറിലാണ്. എങ്കിൽ RRB ക്ലർക്ക് എന്ന ക്ലർക്ക് മീൻസ് ഓഫീസ് അസിസ്റ്റന്റ്. RRB ക്ലർക്ക് ഡിസംബർ 6, 7, 13, 14, അതായത് ഡിസംബർ ഫസ്റ്റ് വീക്ക് എന്ന് നമുക്ക് പറയാം RRB ക്ലർക്ക്. അപ്പം RRB ക്ലർക്കിന്റെ മെയിൻസ് RRB ക്ലർക്കിന്റെ മെയിൻസ് എന്ന് പറയുന്നത് 1st ഫെബ്രുവരി ആണ്. അപ്പൊ ഇതാണ് നമ്മളുടെ IBPS കലണ്ടറിലുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ദെൻ ഇതേപോലെ തന്നെ ഇവിടുത്തെ ഓഫീസർ സ്കെയിൽ 2 and 3 എന്ന് പറയുന്നത് അതിന്റെ മെയിൻസ് വരുന്നത് 28 ഡിസംബറിലാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കിക്കേ, അതായത് വേണ്ട ഇവിടുത്തെ കേസില് നമ്മളുടെ IBPS ക്ലർക്കിന്റെ പ്രിലിംസ് വരുന്നത് 4, 5, 11 ഒക്ടോബറിനാണ്. അതേപോലെ IBPS POയുടെ മീൻസ് വരിക 12th ഒക്ടോബറിനാണ്. അപ്പൊ ഇത് വേണ്ട, ഇത് 11 ഉണ്ട്, ഇത് 12 ഉണ്ട്. ഇതാണ് ഏറ്റവും വലിയ ഒരു ടെൻഷൻ. ആസ്പിരൻസ് കുറെ പേര് മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു, മിസ് ഇത് എന്താ ചെയ്യാ, ഇത് ഇത്ര അടുപ്പിച്ചാണല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ IBPS POയുടെ മെയിൻസും അതേപോലെ തന്നെ IBPS ക്ലർക്കിന്റെ പ്രിലിംസും ഓൾമോസ്റ്റ് അടുപ്പിച്ചാണ്. അപ്പൊ ഇത് രണ്ടും എല്ലാവരും എഴുതും. നമുക്കറിയാം എല്ലാത്തിനും സെയിം സിലബസ് ആണ്. IBPS PO ആകുമ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ലെവൽ ഇച്ചിരി കൂടുതലായിരിക്കും, IBPS ക്ലർക്ക് ആണെങ്കിൽ കുറച്ച് ലെവല് കുറവായിരിക്കും. അതേപോലെ ഇവിടെ നോക്കിക്കേ, നമ്മുടെ RRBയുടെ മെയിൻസ് വരുന്നത് ഡിസംബർ ലാസ്റ്റ് ആണ്, ഇത് പിന്നെ ഡിസംബർ ഫസ്റ്റ് വീക്ക് ആണ്. അത്രയും കുഴപ്പമില്ല. ആകെ ഒരു ക്ലാഷ് വരുന്നത് ഇവിടെ, ക്ലാഷ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, 11ഉം 12ഉം ആണ്. ഫസ്റ്റ് വീക്ക്, ഓൾമോസ്റ്റ് ഫസ്റ്റ് വീക്ക് തന്നെയാണ് IBPS ക്ലർക്കിന്റെ പ്രിലിംസും അതേപോലെ തന്നെ IBPS POയുടെ മെയിൻസും വരിക.
അപ്പൊ എങ്ങനെ പ്രിപ്പയർ ചെയ്യും? പ്രിലിംസും മെയിൻസും ഒരേപോലെ കൊണ്ടുപോകണം. ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ, കുറേ അധികം കൺസേൺസ് ആണ് നിങ്ങളുടെ മൈൻഡിൽ. ആദ്യം ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഇത്രയും ദിവസം നമ്മൾ എങ്ങനെയാ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പൊ ബേസ് ഒക്കെ പഠിച്ച് നിങ്ങൾ മോക്കൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്, ഇതിൽ റിപ്പീറ്റേഴ്സ് എന്ന് ഞാൻ പറയാം. നിങ്ങൾ മേ ബി മോക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് RRBയുടെ മോക്കായിരിക്കും ചെയ്തിട്ടുണ്ടാകുക, അല്ലെ? RRBയുടെ മോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രിലിംസിന് എന്തില്ല? ഇംഗ്ലീഷ് ഇല്ല. പക്ഷെ IBPSലേക്ക് വരുമ്പോൾ നമുക്ക് പ്രിലിംസിന് ഇംഗ്ലീഷ് ഉണ്ട്. RRBക്ക് 80 മാർക്കെങ്കിൽ ഇവിടെ 100 മാർക്ക് വരും. 35 ക്വാണ്ട്, 35 റീസണിങ്, 30 ഇംഗ്ലീഷ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി IBPSന്റെ മോക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഇനി മുതൽ ഒരു കാര്യമുണ്ട്, എല്ലാത്തിനും സെയിം സിലബസ് അല്ലേ? നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇതാണ് നമ്മളുടെ റിയാലിറ്റി എന്നുള്ളത് നമുക്കറിയാം. ഇങ്ങനെയാണ് എക്സാംസ് നടക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം, അല്ലെ? സാധാരണ IBPSന്റെ കലണ്ടറിൽ അങ്ങനെ ചേഞ്ച് വരാത്തതാണ് ഇത്. പക്ഷെ RRBയുടെ ആ ഒരു ഇഷ്യൂ കൊണ്ടാണ് നമുക്ക് ഈ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്തായാലും അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തേ പറ്റൂ. ഫസ്റ്റ് ഓഫ് ഓൾ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിൽ ചേഞ്ച് ഉണ്ടാകുമോ, ഇനി ഇത് മാറ്റുമോ, അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഇതാണ് നമ്മളുടെ എക്സാം ഡേറ്റ്. ഇപ്പൊ ഒഫീഷ്യലി വന്നിരിക്കുന്ന എക്സാം ഡേറ്റ് ഇതാണ്. സോ ഇതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം, അല്ലെ? അപ്പൊ ഇംഗ്ലീഷ് ഇതുവരെ ഫോക്കസ് ചെയ്യാത്തവരെ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തോ. ഓൾമോസ്റ്റ് നമുക്ക് ഇനി ഒരു 60 ഡേയ്സ് ഉണ്ട് IBPSലേക്ക്, അല്ലെ? IBPS PO, IBPS ക്ലർക്കിലേക്ക് നമുക്ക് എന്തായാലും ഒരു 60 ഡേയ്സ് ഉണ്ട്. അപ്പൊ ഇന്ന് തൊട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇനി പ്രിലിംസും മെയിൻസും ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ നല്ല രണ്ടും വെൽ പ്രിപ്പയർഡ് ആയിട്ട് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. അതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ നിങ്ങൾ അത്യാവശ്യം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ പ്രിലിംസും മെയിൻസും ഒരേപോലെ കൊണ്ടുപോയേ പറ്റൂ. കാരണം IBPS POയുടെ പ്രിലിംസ് കഴിഞ്ഞ് കംപ്ലീറ്റ്ലി IBPS POയുടെ മെയിൻസിന് മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് IBPS POയുടെ മെയിൻസും IBPS ക്ലർക്കിന്റെ പ്രിലിംസും ഡിസംബർ 1st വീക്കിലാണ്. സോറി, ഡിസംബർ അല്ല, ഒക്ടോബർ 1st വീക്കിലാണ്. അപ്പൊ അത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയേ പറ്റൂ. ഇനി ബിഗിനേഴ്സ് ആണ് ഈ കൂട്ടത്തിലെങ്കിൽ നിങ്ങൾ ഇന്ന് തൊട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ബേസ് കംപ്ലീറ്റ് ആക്കുക. ബേസ് കംപ്ലീറ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ റീസണിങ് ആണെങ്കിലും ക്വാണ്ട് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ദി എൻറ്റയർ സിലബസ് നിങ്ങൾ ടൈം എടുത്ത് എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ആക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അത് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക. ദെൻ ഫുൾ ലെങ്ത് മോക്കിലേക്ക് പോവുക. ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാനുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കുക അല്ല ഈ ഒരു സമയത്ത് വേണ്ടത്. നമ്മൾ ഈ ഒരു റിയാലിറ്റി മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ട് നമ്മളുടെ പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യണം. ഇപ്പൊ എന്തായാലും രണ്ടിനും ഒരേ സിലബസാണ്. ഇപ്പൊ എന്റെ സബ്ജക്ട് റീസണിംഗ് ആണ്. ഞാൻ റീസണിങ്ങിന്റെ കേസ് മാത്രം പറയാം. അതേപോലെ തന്നെ ക്വാണ്ടും ഇംഗ്ലീഷും ഒക്കെ നിങ്ങൾക്ക് വീഡിയോസ് വരുന്നതായിരിക്കും. ഇപ്പൊ ഈ പ്രിലിംസും മെയിൻസും കൂടെ എന്താ ചെയ്യുക? ഞങ്ങൾക്ക് സ്പീഡ് കുറയില്ലേ മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ? ഇതാണ് എല്ലാ ആസ്പിറൻസും ചോദിക്കുന്ന ഒരു കാര്യം. ഇപ്പൊ റീസണിങ്ങിന്റെ കേസ് പറയാണ്. റീസണിങ്ങിൽ നമുക്ക് പ്രിലിംസിന്റെ കേസ് പറയുമ്പോഴത്തേക്കിന് നമുക്ക് 6 മിസ്ലേനിയസ് ടോപ്പിക്സും പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റും ആണ് പ്രിലിംസിന് ചോദിക്കുക, അല്ലെ? 35 ക്വസ്റ്റ്യൻ. പസിൽസ് 1 or 2 വേരിയബിൾസ് ആയിരിക്കും. 1 വേരിയബിൾ ആണെങ്കിൽ ക്ലർക്ക് എക്സാമിനും 2 വേരിയബിൾ ആണെങ്കിൽ PO എക്സാമിനും ആണ് ചോദിക്കുക. ബാക്കി മിസ്ലേനിയസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. രണ്ടിനും സിലബസ് സെയിം ആണ്. ഇതിനെല്ലാത്തിനും സിലബസ് സെയിം ആണ്. ആക്ച്വലി നമ്മുടെ ബാങ്ക് ആൻഡ് ഇൻഷുറൻസിന് എല്ലാം സിലബസ് സെയിം ആണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് നമ്മളെ പ്രിലിംസിന് 1 റൗണ്ട് ഈ പ്രിലിംസ് ഫോക്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എങ്ങനെ പഠിക്കണം എന്ന് ചോദിക്കുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത്. ഈ മിസ്ലേനിയസ് കംപ്ലീറ്റ്ലി ഓക്കെ ആയി, നിങ്ങൾക്ക് പ്രിലിംസ് ഓക്കെ ആയി കഴിഞ്ഞവര് അല്ലെങ്കിൽ പ്രിലിംസ് ഓക്കെ ആയാൽ അതിനുശേഷം സെക്ഷണൽസ് സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴും ഞാൻ പറയുന്നതാണ്, നിങ്ങൾ മെയിൻസിന് എങ്ങനെ ടൈം കണ്ടെത്തും. പ്രിലിംസിന്റെ ടോപ്പിക്സ് എല്ലാം ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ ആക്കുക. അത് ഓക്കെ ആക്കിയതിനു ശേഷം സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക. റീസണിങ്ങിന്റെ സെപ്പറേറ്റ്, ക്വാണ്ടിന്റെ സെപ്പറേറ്റ്, അതേപോലെ തന്നെ ഇംഗ്ലീഷിന്റെ സെപ്പറേറ്റ് സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക. ദെൻ ഫുൾ ലെങ്ത് മോക്ക് ചെയ്യുക. അത് അനലൈസ് ചെയ്യുക. ഇതിന് മാത്രം മതി നിങ്ങൾക്ക് പ്രിലിംസ്. മീൻസ് ആ പ്രിലിംസിന് കൊടുക്കേണ്ട ടൈമാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ അത്യാവശ്യം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ലേ നിങ്ങൾ? ഇപ്പൊ അത്യാവശ്യം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ഈ ടോപ്പിക്സ് എല്ലാം നന്നായിട്ട് അറിയാമായിരിക്കും. നിങ്ങൾക്ക് സ്പീഡിലായിരിക്കും ഇഷ്യൂ ഉണ്ടായിരിക്കുക. കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ ഓരോ ടോപ്പിക്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് ഏതാണ്? ഇപ്പൊ റീസണിങ്ങിന്റെ കേസിൽ പസിൽസ് ആണ് ബുദ്ധിമുട്ടെങ്കിൽ കൂടുതൽ പസിൽസ് ചെയ്യുക. നമ്പർ ഓഫ് പസിൽസിന്റെ എണ്ണം കൂട്ടുക. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ഫുൾ ലെങ്ത് മോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര സ്കോർ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഏത് സെക്ഷനിലാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്, അത് മാത്രം ഫോക്കസ് ചെയ്ത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ദെൻ ഡെയിലി ബേസിസിൽ എന്ത് ചെയ്യുക? മോക്ക് ചെയ്യുക. ബാക്കി ഫുൾ ടൈം എന്തിനു കൊടുക്കണം? മെയിൻസിന് കൊടുക്കണം. ഓരോ സബ്ജക്റ്റിലും മെയിൻസിന് എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ്? റീസണിങ്ങിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മെയിൻസ് ലെവൽ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്.
ഒരു ദിവസം ഒരു മെയിൻസ് പസിൽസ് ചെയ്യുക. അതേപോലെ തന്നെ മിസ്ലേനിയസിലെ ഇൻപുട്ട് ഔട്ട്പുട്ട്, അതേപോലെ തന്നെ ഡേറ്റ സഫിഷ്യൻസി, ഡീറ്റെയിൽഡ് സ്ട്രാറ്റജി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓൾറെഡി ഞാൻ നേരത്തെ എന്തൊക്കെയാണ് മെയിൻസിൽ ശ്രദ്ധിക്കേണ്ടത്, പ്രിലിംസിന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ അതുണ്ട്, ഉറപ്പായിട്ട് നിങ്ങൾ അത് കാണുക. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കുകയല്ല വേണ്ടത്. നമ്മൾ ഇപ്പോൾ ഓൾറെഡി പ്രിപ്പറേഷനിലാണ്. പ്രിപ്പറേഷൻ നന്നായിട്ട് മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ചേഞ്ച് ആണ് വന്നത്. നമ്മൾ ഇംഗ്ലീഷ് അധികം ഫോക്കസ് ചെയ്യുന്നില്ലായിരുന്നു, RRB ആണ് എന്ന് കരുതി അല്ലെ. RRB അല്ല, IBPS ആണ്. എന്തായാലും നമുക്ക് ഇത്രയൊരു ദിവസം കിട്ടിയിട്ടുണ്ടല്ലോ. സോ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ പ്രിപ്പറേഷനിലായിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു ചേഞ്ച് വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനനുസരിച്ചിട്ട് തന്നെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ബിഗിനേഴ്സ് ആണെങ്കിൽ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എൻറ്റയർ സിലബസ് കംപ്ലീറ്റ് ആക്കണം. അതിന് കുറച്ച് ടൈം എടുക്കും. സോ ഓരോ സബ്ജക്റ്റിന്റെയും, ക്വാണ്ട് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഓരോ സബ്ജക്റ്റിന്റെയും എൻറ്റയർ സിലബസ് ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുക, കവർ ചെയ്യുക. ഓക്കെ, ഇനി IBPSന് വേണ്ടിയിട്ട് ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാനുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, ഇനി എങ്ങനെ നമ്മൾ ഇത് പഠിക്കും എന്ന് ചോദിക്കുന്നവരോട്, നമുക്ക് ഓൺലൈൻ ബാച്ചും ഉണ്ട്, ഓഫ്ലൈൻ ബാച്ചും ഉണ്ട്. നമുക്ക് ഓൺലൈനിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 7-നാണ്. ആദ്യം അത് പറയാം. നമുക്ക് IBPS SBI ടാർഗറ്റ് ബാച്ച്, നമ്മുടെ പുതിയ ബാച്ച്, അതായത് ബേസ് മുതൽ കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്യുന്ന ബാച്ചാണ് IBPS SBI ടാർഗറ്റ് ബാച്ച്. ഇത് നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 9-നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസ് ടു അഡ്വാൻസ്, പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ എല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. നമ്മളുടെ ലാസ്റ്റ് എക്സാം എന്നാ വരിക, ഫെബ്രുവരി 1-നാണ് നമ്മുടെ RRBയുടെ എക്സാം വരുന്നത് അല്ലെ. ഇനി ഇത് കൂടാതെ ഇപ്പൊ ഈ നോട്ടിഫിക്കേഷൻ ചിലർ ചോദിക്കുന്നുണ്ട്, ഈ നോട്ടിഫിക്കേഷനകത്തില് നമുക്ക് SBIയുടെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. SBIയുടേത് സെപ്പറേറ്റ് ആണ് വരിക. അതും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതും ഓൾമോസ്റ്റ് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറിലേക്ക് നമുക്ക് എക്സാംസ് ഉണ്ടായിരിക്കും. സോ ഇതിനെല്ലാം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അതും കൂടെ കേട്ടിട്ടോ ഇനി SBIയും കൂടെ വരുമോ? ഇതിനെല്ലാം സിലബസ് എന്താണ്, സെയിം ആണ്, യാതൊരു വ്യത്യാസവും ഇല്ല. ഇതിനെല്ലാം സിലബസ് സെയിം ആണ്. പക്ഷേ നമ്മൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ പ്രിപ്പറേഷൻ ബൂസ്റ്റ് ചെയ്യണം. പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും പ്രിപ്പറേഷൻ ബൂസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ IBPS അതേപോലെ തന്നെ SBIക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചാണ് IBPS SBI ടാർഗറ്റ് ബാച്ച്. ജൂലൈ 9-നാണ് നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാം നമ്മൾ ഫെബ്രുവരി 1-നാണ് നമ്മളുടെ ഈ 2025-ലെ ലാസ്റ്റ് എക്സാം. അതുവരെ നമ്മളുടെ ബാച്ചിന്റെ വാലിഡിറ്റി, അതായത് ജനുവരി 31 വരെ നമ്മളുടെ ബാച്ചിന്റെ വാലിഡിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇപ്പോഴേ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ RRB PO ആൻഡ് ക്ലർക്ക് റാങ്കേഴ്സ് ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്ലാസ്സസ് ഒക്കെ അതിലായിട്ടുണ്ട്. പക്ഷെ അതിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഇതേ പേര് കണ്ടുകൊണ്ട് അപ്പൊ ഞങ്ങൾക്ക് IBPSന് പറ്റുമോ? ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, IBPSനും RRBക്കും എല്ലാം എന്താണ്, സെയിം സിലബസ് ആണ്. അപ്പൊ ഇതിന്റെയും വാലിഡിറ്റി നമുക്ക് ജനുവരി 31 വരെ ഉണ്ടായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന് തൊട്ട് പഠിച്ചു തുടങ്ങണമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻസ്, അതായത് വളരെ കുറച്ച് ടോപ്പിക്സേ ആയിട്ടുള്ളൂ. അപ്പൊ അതെല്ലാം വളരെ വേഗത്തിൽ റെക്കോർഡഡ് സെഷൻസ് കണ്ടുപഠിക്കാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ വേഗത്തിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് നേരിട്ട് ലൈവ് ക്ലാസ്സിൽ കാണാം. ഇത് രണ്ടുമാണ് നമ്മളുടെ ഇപ്പൊ ബേസ് ബാച്ച് എന്ന് പറയുന്നത്. പക്ഷെ ഇത് കൂടാതെ നമുക്ക് ഓൺലൈനിൽ റിപ്പീറ്റേഴ്സ് ബാച്ചും ഉണ്ട്. ഓൺലൈനിലും റിപ്പീറ്റേഴ്സ് ബാച്ച് ഉണ്ട്, ഓഫ്ലൈനിലും നമുക്ക് റിപ്പീറ്റേഴ്സ് ബാച്ച് ഉണ്ട്. ഓഫ്ലൈനിൽ റിപ്പീറ്റേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെയാണ് നമ്മളുടെ ഇൻട്രൊഡക്ഷൻ സെക്ഷൻ എന്ന് പറയുന്നത്. ഓറിയന്റേഷൻ ക്ലാസ് നാളെ തുടങ്ങി 5 ദിവസം നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. ഈ 5 ദിവസം നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്നിട്ട് തീരുമാനിച്ചാൽ മതി നിങ്ങൾക്ക് ജോയിൻ ചെയ്യണോ വേണ്ടോ. നമ്മുടെ ക്ലാസ്സസ് എങ്ങനെയാണ് പോകുന്നത്, നമ്മുടെ പ്രാക്ടീസ് സെറ്റ് എങ്ങനെയാണ് പോകുന്നത്, എല്ലാം നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. നമ്മുടെ ഓഫ്ലൈൻ കോഴിക്കോടാണ് ഇപ്പോൾ ഉള്ളത്. കോഴിക്കോട് വെസ്റ്റ് ഹിൽ ക്യാമ്പസിലാണ് നമ്മുടെ ഓഫ്ലൈൻ സെഷൻ നാളെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് റിപ്പീറ്റേഴ്സ്, അതായത് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, നിങ്ങൾക്ക് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ഓൺലൈൻ ആയിട്ടും ഉണ്ട്. ഇപ്പൊ ഓഫ്ലൈൻ വരാൻ സാധിക്കാത്തവരാണെങ്കിൽ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാം. കുറച്ച് ക്ലാസ്സസ് ഒക്കെ അതിലായിട്ടുണ്ട്, നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് പ്രിപ്പറേഷൻ ആവശ്യമുള്ള ഒരു എക്സാം ആണ് നമ്മളുടെ ബാങ്ക് എക്സാം എന്ന് പറയുന്നത്. സോ നമ്മൾ റിപ്പീറ്റേഴ്സ് ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ റെക്കോർഡഡ് സെഷൻസ് വളരെ വേഗത്തിൽ കണ്ടെത്തി, മീൻസ് നിങ്ങൾക്ക് പഠിക്കാൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങൾ നാളെ തന്നെ സൈലം കോഴിക്കോടുള്ള വെസ്റ്റ് ഹിൽ ക്യാമ്പസിലേക്ക് വരിക. ഓക്കെ, അപ്പൊ റിപ്പീറ്റേഴ്സ് ബാച്ച് മാത്രമേ ഓഫ്ലൈനിലുള്ളൂ, അല്ല, നമുക്ക് റെഗുലർ ബാച്ചും ഇപ്പൊ റണ്ണിങ് ആണ്. സോ നിങ്ങൾക്ക് നമ്മുടെ കൂട്ടത്തിൽ സൈലം ബാങ്കിങ്ങിനോടൊപ്പം ചേർന്ന് പഠിക്കാനാണെങ്കിൽ നിങ്ങളുടെ സൗകര്യാർത്ഥം ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ഏതെങ്കിലും ചൂസ് ചെയ്യുക. ഒട്ടും സമയം കളയാനില്ല. ഇവിടെ ടെൻഷനോ അല്ലെങ്കിൽ പാനിക് ആകുകയോ അല്ല വേണ്ടത്. നമ്മൾ ഓരോ ടോപ്പിക്കും നല്ല അടിപൊളിയായിട്ട് പഠിച്ച് വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോയി നമുക്ക് എക്സാം എഴുതണം. സോ നന്നായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.